ഇനിയൊരു മൃഗസ്നേഹത്തിന്റെ കഥ കേട്ടാലോ? വിജയന്റെ മോളെ എന്ന ഒറ്റ വിളിയിൽ അരികിലേക്ക് കുതിച്ചെത്തുന്ന പൂച്ചകളാണ് കഥയിലെ താരങ്ങൾ. വാരപ്പെട്ടി സ്വദേശിയും ചിത്രകാരനുമായ വിജയൻ വത്സ ദമ്പതികളുടെ വീട്ടിൽ 9 പൂച്ചകളാണുള്ളത്. മക്കളില്ലാത്ത ഈ ദമ്പതികൾ ഗർഭിണിയായ ഒരു പൂച്ചയ്ക്ക് അഭയം നൽകിയതോടെ വീടൊരു മാർജാര സൗഹൃദ ഇടമായി മാറി. വിജയന്റെ മോളെ എന്ന ഒറ്റ നീട്ടിവിളി, പിന്നെ വാത്സല്യത്തിന്റെയും സ്നേഹത്തിന്റെയും നേർക്കാഴ്ചയാണ് വാരപ്പെട്ടി സ്വദേശിയും ചിത്രകാരനുമായ വിജയന്റെ വീട്ടിലേത്. മോളെ 2 വർഷമായി ഒരു പൂച്ച ഗർഭിണിയായിട്ട് ഇവിടെ വരികയാണ്. അപ്പോൾ അതിനെ വളർത്താൻ തന്നെ തീരുമാനിച്ചു. അതിൽ നിന്ന് ഉണ്ടായതാണ് ഈ 9 പൂച്ചകൾ. 2 വർഷം മുമ്പാണ് ഗർഭിണിയായ ഒരു പൂച്ച വീട്ടിൽ വന്നു കയറിയത്. മക്കളില്ലാത്ത വിജയൻ വത്സ ദമ്പതികൾ അതിന് അഭയം നൽകിയതോടെ പൂച്ചകൾ വിജയന്റെ അരുമകളായി മാറി. സാമ്പത്തിക ഭദ്രതയൊന്നും കാര്യമാക്കാതെയാണ് അദ്ദേഹം പൂച്ചകളെ തീറ്റിപ്പോറ്റുന്നത്. പൂച്ചകൾക്ക് പ്രത്യേകമായി പേരുകളൊന്നും ഇട്ടിട്ടില്ലെങ്കിലും മോളെ എന്ന വിളിയിൽ തന്നെ എല്ലാവരും വിളിപ്പുറത്തുണ്ടാകുമെന്നതാണ് കൗതുക കാഴ്ച. ചിത്രകലയിൽ നിപുണനായ വിജയൻ വാരപ്പെട്ടി മുടനാട്ടുകാവിൽ 300ഓളം ഗണപതി ചിത്രങ്ങൾ വരച്ചു നൽകിയത് ജനശ്രദ്ധ നേടിയിരുന്നു. പ്രകൃതിയെ ഈശ്വരനായി കാണുന്ന ഇദ്ദേഹം പരമാനന്ദ ആശ്രമം എന്ന പേരിൽ ഒരു മഠം നിർമ്മിക്കുവാനുള്ള ശ്രമത്തിലാണിപ്പോൾ. എല്ലാവരിലും ഈശ്വരനുണ്ടെന്ന സങ്കല്പത്തിന്റെ പൂർത്തീകരണമാണ് പൂച്ച പരിചരണത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് വിജയൻ പറഞ്ഞു. എല്ലാവരിലും ഈശ്വരനെ കാണുക എന്നുള്ള ഒരു സ്വഭാവം വളർത്തിയെടുത്തു തുടങ്ങിയപ്പോഴാണ് ഈ പൂച്ച തന്നെ. അപ്പോൾ അവരുടെ ഈശ്വരനെ കണ്ടുകൊണ്ട് ഈശ്വരന് കൊടുക്കുന്ന സങ്കല്പത്തിൽ അവർക്ക് ആഹാരം കൊടുക്കുക, അതേപോലെ തന്നെ അതിനെ വളർത്തുക. അങ്ങനെയാണ് ഞാൻ ഇതിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഇറമ്പത്ത് ഗ്രൂപ്പിന്റെ ഇറ ഫർണിച്ചറിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂം 20,000 സ്ക്വയർ ഫീറ്റിൽ കോട്ടപ്പടിയിൽ. സ്കിൽഡ് ഡിസൈനേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് രൂപകൽപ്പന ചെയ്ത ട്രഡീഷണൽ ആൻഡ് ആർക്കിടെക്ചർ ഡിസൈൻ ഫർണിച്ചർ. നിങ്ങളുടെ സ്വപ്ന ഭവനം ഒരു സ്റ്റേറ്റ് ഓഫ് ആർട്ടാക്കുവാൻ എന്നും നിങ്ങളോടൊപ്പം ഇറമ്പത്ത് ഇറ ഫർണിച്ചർ, കോട്ടപ്പടി, കോതമംഗലം.